നമസ്കാരം. ഇന്ന് കർക്കിടകം 28. ഇന്ന് യുദ്ധകാന്ഡം ആരംഭിക്കുകയാണ്. ലങ്കാ വിവരണം, യുദ്ധയാത്ര, രാവണ കുംഭകർണ സംവാദം, രാവണ വിഭീഷണ സംവാദം എന്നീ ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ലങ്കയിൽ നിന്നും മടങ്ങിയെത്തിയ ഹനുമാൻ ശ്രീരാമ സന്നിധിയിലെത്തി സീതാദേവിയുടെ വിവരങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. ശ്രീരാമദേവൻ ദുഃഖഭാവങ്ങളെല്ലാം വെടിഞ്ഞ് സുഗ്രീവ സൈന്യത്തോടൊപ്പം തൻ്റെ സൈന്യത്തെയും സജ്ജമാക്കി ലങ്കയിലേക്ക് പ്രവേശിക്കാനുള്ള യുക്തിയുക്തമായ കാര്യങ്ങളെ തീരുമാനിക്കുവാനായി മാരുതിയോട് ഇപ്രകാരം ചോദിച്ചു: തപസ്സു ചെയ്തോ, സേതു ബന്ധിച്ചോ, അലയാഴിയെ വറ്റിച്ചോ, എങ്ങനെ വേണമെങ്കിലും ഞാൻ കടൽ കടക്കാം. എന്നാൽ ലങ്കയിലെ വർത്തമാനങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കി തരണം. തൻ്റെ സ്വാമിയുടെ ഈ വാക്കുകളെ ശ്രവിച്ച മാരുതി അതിശ്രേഷ്ഠമായ മഹാലങ്കാ വിവരണം ഭഗവാനോട് ഉണർത്തിക്കുന്നു. ശേഷം യുദ്ധയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നു. ദേവേന്ദ്ര തുല്യനും മഹാത്മാവുമായ ശ്രീരാമദൂതൻ ഹനുമാനാണ് തൻ്റെ രാജ്യത്തെ ചുട്ടരിച്ചതെന്ന് മനസ്സിലാക്കിയ ദശാനനൻ ആർക്കും കീഴടക്കാൻ കഴിയാത്ത ലങ്കാനഗരിയെ ഇനി യുദ്ധമാർഗത്തിലൂടെ വീണ്ടെടുക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കി തൻ്റെ സൈന്യത്തെയും സജ്ജമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു. അതിനായി തൻ്റെ അനുജന്മാരായ വിഭീഷണനോടും കുംഭകർണനോടും യുദ്ധതന്ത്രങ്ങൾ ആലോചിക്കുന്നു. ധർമ്മിഷ്ഠനായ വിഭീഷണൻ ശ്രീരാമദേവനോട് യുദ്ധമരുതെന്നും സാക്ഷാൽ ശ്രീനാരായണനാണ് രാമദേവനെന്നും ശ്രീരാമാദികളോട് യുദ്ധം ചെയ്യുന്നത് ജ്യേഷ്ഠനായ രാവണന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നും രാവണനോട് പറഞ്ഞു. കാര്യവിവരങ്ങളെ മനസ്സിലാക്കിയ കുംഭകർണനും ജ്യേഷ്ഠനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ദശാനനൻ ഇരുവരുടെയും വാക്കുകളെ ധിക്കരിക്കുകയും യുദ്ധത്തിനായി തയ്യാറെടുക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈ ഭാഗങ്ങളിലെ കഥാസന്ദർഭം. നമുക്കിന്ന് പാരായണം ആരംഭിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നത്യുന്നതമതിം മൂർധനി ലങ്കാപുരം, പ്രാണഭയമില്ലയാത്ത ജനങ്ങൾക്കു കാണാം കനകവിമാനസമാനമായി. വിസ്താരമുണ്ടെഴുന്നൂറു യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ, ഗോപുരം 4 ദിക്കിങ്കലുമുണ്ടതി ശോഭിതമായതിനേഴു നിലകളും. ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 100,000. ഉത്തരഗോപുരം കാത്തു നിൽപ്പാനതിശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4-ലുമുള്ളതിലർത്ഥമുണ്ടുഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിന്നുമുണ്ടത്ര പേർ, മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലങ്കാരഭേദമാം തങ്കാപഹം പറയാവല്ലനന്ദനും ലങ്കാവിരചിതാലങ്കാരഭേദമാം തങ്കാ
പരിതാപഹം പറയാവല്ല നന്ദനും. ഒന്നുകൊണ്ടുമിനി കാലവിളംബനം നന്നല്ല, പോക പുറപ്പെടുകാശു നാം യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം മഹത് പ്രസ്ഥാനമാശു കുരു ഗുരുവിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകപി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചരനായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഹുംകൃതിയും തീർത്തു സങ്കരാന്തേ ബലാത് പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭവോ. പങ്കജനേത്ര പരപുരുഷ പ്രഭോ. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടധ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു. കഞ്ചവിലോചനനാക്കിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുത്പന്നമോദം പുറപ്പെടുകേ വരും. നക്ഷത്രമുത്രവും വിജയപ്രദം രക്ഷോജനർക്ഷമാമൂലം ഹതിപ്രദം. ദക്ഷിണനേത്രസ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്ക. രംഭപ്രമാധി പ്രമുഖരായുള്ളവർ മുൻപിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മത്പിൻപേ സുമിത്രാത്മജനങ്കദോപരി സുഗ്രീവനെന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലീ സമാനനാം മൈന്ദൻ വിവിധനും പങ്കജ സംഭവസൂനു സുവേഷണനും തുങ്കൻ നളനും ശതബലിതാരനും ചൊല്ലുള്ള വാനരനായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ. വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടോ. യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നൂഢബോധം നിജപീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും ത്വത്പ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനയക്കയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേ കസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ പരൻ.
സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീരാദശാനന, കേൾക്കണമെന്നുടെ വാക്കുകളിന്നു നീ. നല്ലതു ചൊല്ലണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോടിത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ. ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞേടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തൻ മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന. ശത്രുക്കൾ ശത്രുക്കളാകുന്നദേവനും മൃത്യു വരുത്തുമവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകില്ലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം. ഇത്തരമെന്നോടു ചൊല്ലുകില്ലാശു നീ വധ്യനാമെന്നാൽ അതിനില്ല സംശയം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര